ആ രാത്രിയിലെ തണുത്ത കാറ്റ് അവളുടെ മുഖത്തടിച്ചപ്പോൾ അത് വർഷങ്ങളോളം മകനുവേണ്ടി അവൾ സഹിച്ച കഷ്ടപ്പാടുകളെ പരിഹസിക്കുന്നതുപോലെ തോന്നി. അമ്മേ, ദയവായി പോകണം. എനിക്ക് ഈ വീട് എന്റെ ഭാര്യയ്ക്കു വേണ്ടി മാത്രമുള്ളതാണ്. ഒരു പുഴുവെന്ന പോലെ അവൾക്ക് തോന്നിയ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വന്നതെങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം നിറഞ്ഞു നിൽക്കേണ്ട ആ വീട്ടിപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ശ്മശാനം പോലെ തണുത്തുറഞ്ഞു. മകന്റെ ക്രൂരമായ കണ്ണുകളും അവന്റെ ഭാര്യയുടെ ചുണ്ടിലെ പുച്ഛം നിറഞ്ഞ പുഞ്ചിരിയും അവളുടെ ഹൃദയത്തിൽ ഒരു വാളുപോലെ തുളച്ചുകയറി. ഞാൻ എങ്ങോട്ട് പോകും മോനെ? അവളുടെ വിറയാർന്ന ശബ്ദം അവന്റെ ഹൃദയത്തിൽ ഒരു ചെറുചലനം പോലുമുണ്ടാക്കിയില്ല. അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവിടെ താൻ കൊടുത്ത സ്നേഹത്തിന്റെ ഒരു കണിക പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ പോകാം, അവൻ കതകടയ്ക്കുമ്പോൾ അവൾക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. സ്വന്തം മകന് മുന്നിൽ യാചിക്കേണ്ടി വന്നതിലുള്ള വേദന അവളുടെ ഹൃദയത്തിൽ ഒരു കനൽ പോലെ എരിഞ്ഞു. ആ വേദനയിൽ നിന്ന് ഉരുകിത്തീരാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയോ ഒരു തീപ്പൊരി അവശേഷിച്ചു. അത് ദേഷ്യമായിരുന്നില്ല, മറിച്ച് താൻ ചെയ്ത ത്യാഗങ്ങളെല്ലാം വെറുതെയായിപ്പോയതിലുള്ള നിസ്സഹായതയായിരുന്നു. തെരുവിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓരോ ചുവടും ഒരു യുഗമായി അവൾക്ക് തോന്നി. ഓരോ കാൽപാദത്തിലും മകനോടുള്ള വാത്സല്യത്തിന്റെ ഓർമ്മകൾ അവരെ പിന്തുടർന്നു. അവനെ സ്കൂളിൽ ചേർക്കാൻ പോയ ദിവസമാദ്യമായി സൈക്കിൾ വാങ്ങി നൽകിയതവന്റെ നേട്ടങ്ങൾ കേട്ട് അഭിമാനത്തോടെ ചിരിച്ച നിമിഷങ്ങൾ എല്ലാം ഇപ്പോൾ ഒരു ദുസ്വപ്നമായി മുന്നിൽ തെളിഞ്ഞു. ഈ ലോകത്ത് തനിക്ക് ആരുമൊരു തുണയില്ലെന്ന് അവൾക്ക് തോന്നി. വഴിയരികിൽ കണ്ടവർ പോലും അവളെ ശ്രദ്ധിക്കാതെ പോകുന്നു. അവർക്ക് മുന്നിൽ അവൾ വെറുമൊരു യാചകയായിരുന്നു. അതേസമയം അവളുടെ മനസ്സിൽ ഒരു അഗ്നി ആളിക്കെത്താൻ തുടങ്ങി. അവൾ പതുക്കെ തന്റെ ഭൂതകാലമോർത്തു. തന്റെ ഭർത്താവിന്റെ അകാല മരണശേഷം ഒറ്റയ്ക്ക് നടത്തിയ ബിസിനസ്സുകൾ. ഓരോ തുള്ളി കണ്ണുനീരിനും ഓരോ പുലർച്ചെയും ഉറക്കമില്ലാത്ത രാത്രികൾക്കും പകരം അവൾ കെട്ടിപ്പടുത്തത് ഒരു സാമ്പത്തിക സാമ്രാജ്യമായിരുന്നു. തന്റെ മകനെ സമ്പത്തിന്റെ പകിട്ടിൽ നിന്ന് അകറ്റി കഷ്ടപ്പാടുകളുടെ വിലയെറിയുന്ന ഒരു നല്ല മനുഷ്യനാക്കി വളർത്താൻ വേണ്ടിയായിരുന്നു താൻ ഈ പണമെല്ലാം ഒളിപ്പിച്ചത്. എന്നാൽ ആ തീരുമാനം തനിക്കൊരു ദുരന്തം നൽകുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. സ്വന്തം മകന്റെ സ്നേഹം യഥാർത്ഥമാണോ അതോ പണത്തിനു വേണ്ടിയാണോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു തന്റെ ജീവിതമെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം അവൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. പണം ജീവിതത്തിൽ സൗകര്യങ്ങൾ നൽകും, പക്ഷേ സ്നേഹമില്ലെങ്കിൽ അത് വെറും കടലാസാണ്. ആ നിമിഷം അവൾ ഒരു തീരുമാനമെടുത്തു. ഇനി താൻ കരയില്ല. തന്റെ ജീവിതത്തിൽ താൻ ഒരുക്കിയ സൗഭാഗ്യങ്ങൾ മകനു മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി കൊണ്ടുവരും. ആ യാത്ര അവനെ സ്നേഹത്തെയും സത്യസന്ധതയെയും കുറിച്ച് പഠിപ്പിക്കും. അവൾ മുന്നോട്ട് നടന്നു ലക്ഷ്യം വെച്ച് നടന്നു. തെരുവിലെ ഇരുട്ടിൽ അവൾ ഒരു പുതിയ സൂര്യനെപ്പോലെ ഉദിച്ചു. അവളുടെ ഹൃദയം ഇനി വേദനയുടെ ഭാരത്താൽ തളരില്ല, മറിച്ച് ഒരു പുതിയ ദൗത്യത്തിന്റെ തീവ്രതയാൽ ജ്വലിക്കും. അവൾ തന്റെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാനും മകന്റെ ആത്മാവിനെ രക്ഷിക്കാനും വേണ്ടി മുന്നോട്ട് നടന്നു. അമ്മ പോയതിനുശേഷം വീടിന്റെ ഭിത്തികളിൽ മരവിച്ച ഒരു നിശബ്ദത തങ്ങിനിന്നു. അലമാരയിൽ നിന്നും പെർഫ്യൂമിന്റെ മണം വന്നിട്ടും അമ്മയെ അവന് കാണാൻ കഴിഞ്ഞില്ല. മുറിയിലെ ഓരോ വസ്തുവിലും അവളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. താൻ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച മുറ്റമമ്മ ഭക്ഷണം വിളമ്പിയ അടുക്കള ഉറക്കമില്ലാത്ത രാത്രികളിൽ തന്റെ തലമുടിയിൽ തലോടി ആശ്വസിപ്പിച്ച കൈകൾ എല്ലാം ഒരു ഭാരമായി അവനെ വേട്ടയാടി. ഭാര്യ സന്തോഷത്തിലായിരുന്നു. അവൾ പുതിയ ഫർണിച്ചറുകൾ വാങ്ങി വീടലങ്കരിച്ചു. പക്ഷേ ആഡംബരങ്ങളുടെ നടുവിലും മകന് മനസ്സമാധാനമുണ്ടായിരുന്നില്ല. ഓരോ ദിവസവും അമ്മയോട് ചെയ്ത തെറ്റോർത്ത് അവന്റെ ഹൃദയം നുറുങ്ങി. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ മനഃപൂർവ്വം തിരക്കുള്ള ജോലികളിൽ മുഴുകി. പക്ഷേ ഓരോ ജോലിയും അവനെ അമ്മയുടെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോയി. ഒരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ പോലും അവന്റെ മനസ്സിൽ അമ്മയുടെ കണ്ണീർ നിറഞ്ഞ മുഖമായിരുന്നു. ഒരു രാത്രിയിൽ അമ്മയുടെ മുറിയിൽ അയാൾ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി കണ്ടു. ചെറുപ്പത്തിൽ അമ്മ അവനുവേണ്ടി സൂക്ഷിച്ച കളിപ്പാട്ടങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും അതിലുണ്ടായിരുന്നു. പഴയ ഓർമ്മകൾ ഒരു പുഴ പോലെ അവനിലൂടെ ഒഴുകി. അതിനിടയിൽ അവന്റെ കൈകളിൽ ഒരു പഴയ ഡയറി കിട്ടി. അത് അമ്മയുടേതായിരുന്നു. അതിലെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ പലയിടത്തും തങ്ങിനിന്നു. അത് വെറും കുറിപ്പുകളായിരുന്നില്ല, കോടികളുടെ സാമ്പത്തിക രേഖകളും നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു. ഓഹരികളുടെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെയും വിശദാംശങ്ങൾ അവനെ ഞെട്ടിച്ചു. അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ചില കമ്പനികളിൽ അമ്മയ്ക്ക് ഓഹരികളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവനിലെ കുറ്റബോധം കൂടുതൽ ശക്തമായി. താൻ ഒരു തുമ്പുമറിയാതെ ഇറക്കിവിട്ടത് ഒരു സാമ്രാജ്യത്തിന്റെ ഉടമയെയാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമ്മ തന്റെ പണം എന്തിനാണ് ഒളിപ്പിച്ചതെന്ന് അവന്റെ മനസ്സ് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം തേടി അവൻ ഡയറിയിലെ ഓരോ വരിയും വായിച്ചു.
ഈ പുതിയ കണ്ടെത്തൽ അവനെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് നയിച്ചു. അവന്റെ മനസ്സ് അമ്മയെ തേടി അലഞ്ഞു. സ്വന്തം സുഖത്തിനും പണത്തിനും വേണ്ടി സ്നേഹത്തെ പുറത്താക്കിയതിലുള്ള ദുഃഖം അവനെ വേട്ടയാടി. ഈ അറിവ് അവനെ കൂടുതൽ ശക്തനാക്കി. അമ്മയെ കണ്ടെത്താനും ചെയ്ത തെറ്റിന് മാപ്പ് പറയാനും അവൻ തീരുമാനിച്ചു. ആ നിമിഷം അവന്റെ ഹൃദയത്തിലെ തണുപ്പും വേദനയും ഒരു ലക്ഷ്യബോധത്താൽ നിറഞ്ഞു. ഡയറിയിലെ താളുകൾ മറിച്ചുനോക്കി അന്ധാളിച്ചു നിൽക്കുമ്പോഴാണ് വീടിനു മുന്നിൽ ഒരു കാർ വന്നു നിന്ന ശബ്ദം അവൻ കേട്ടത്. അതൊരു സാധാരണ കാറായിരുന്നില്ല. വാതിൽക്കൽ 2 അംഗരക്ഷകർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ നോക്കി തലയാട്ടി. ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവർ അവനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. അമ്പരന്ന് നിൽക്കുന്ന ഭാര്യയെ നോക്കി അവൻ യാത്ര പറഞ്ഞു. തന്റെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലെത്താൻ പോകുകയാണെന്ന് അവന്റെ ഉപബോധമനസ്സ് മന്ത്രിച്ചു. യാത്രക്കിടയിൽ അവൻ അസ്വസ്ഥനായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. കാർ ഒരു വലിയ ടവർ കെട്ടിടത്തിനു മുന്നിൽ വന്നുനിന്നു. ആ ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കയറാൻ കാത്തുനിൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കെട്ടിടത്തിന്റെ പേരിൽ തങ്ങിനിന്നു. അത് തന്റെ അമ്മയുടെ പേരിലുള്ള കമ്പനിയായിരുന്നു. അവിശ്വസനീയമായ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു. അമ്മ വെറുമൊരു വീട്ടമ്മയായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയായിരുന്നു. ലിഫ്റ്റ് തുറന്നപ്പോൾ വിശാലമായ ഒരു ഓഫീസ് അവനെ സ്വാഗതം ചെയ്തു. അവിടെ തന്റെ അമ്മ കസേരയിലിരിക്കുന്നുണ്ടായിരുന്നു. അവൾ പഴയ അമ്മയായിരുന്നില്ല, മറിച്ച് ഒരു ബിസിനസ് ലോകത്തിന്റെ രാജ്ഞിയായിരുന്നു. അവളുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞുനിന്നു. വൻതോതിലുള്ള പണവും അംഗരക്ഷകരുമായി തിരികെ വന്നത് അവൾ തന്നെയായിരുന്നു. തന്റെ അമ്മയാണ് മുന്നിലിരിക്കുന്നതെന്ന് മകൻ തിരിച്ചറിഞ്ഞു. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ഭയമായിരുന്നു. അയാൾ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പു പറഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. അവന്റെ വാക്കുകൾ ഇടറി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ ഹൃദയം കുറ്റബോധത്താൽ നിറഞ്ഞു. അമ്മയുടെ മുന്നിൽ തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റിനെക്കുറിച്ചോർത്ത് അയാൾക്ക് സങ്കടം വന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അമ്മ പതുക്കെ അവന്റെ ചുമലിൽ കൈവച്ചു. മോനെ, എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. പണം കണ്ടിട്ടാണോ എന്റെ മകൻ എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ എന്റെ സ്വത്തുക്കൾ മറച്ചുവെച്ചത്. അവളുടെ വാക്കുകളിൽ വേദനയും ദയയും നിറഞ്ഞുനിന്നു. നിനക്ക് ഞാൻ ക്ഷമ നൽകുന്നു, അവർ തുടർന്നു. പക്ഷെ നിനക്ക് എന്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരനെപ്പോലെ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി വളരണം. പണം ജീവിതത്തിൽ എല്ലാം നൽകില്ല. സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടതെന്ന് നീ പഠിക്കണം. ആ നിമിഷം പണം മാത്രം ലക്ഷ്യമാക്കി നീങ്ങിയ മകന്റെ മനസ്സ് സ്നേഹത്തിലേക്കും സത്യസന്ധതയിലേക്കും തിരിഞ്ഞു. അമ്മയുടെ ഓഫീസിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ അവൻ പഴയ ആളായിരുന്നില്ല. പണത്തിനു പിന്നാലെ ഓടി സ്നേഹം ഉപേക്ഷിച്ച ആ മകൻ മരിച്ചു. പകരം കഠിനാധ്വാനത്തിന്റെയും സത്യത്തിന്റെയും പാതയിലേക്ക് തിരിയുന്ന ഒരു പുതിയ മനുഷ്യനായി അവൻ മാറി. അടുത്ത ദിവസം രാവിലെ അവൻ കമ്പനിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയായിട്ടും അവനൊരു സാധാരണക്കാരനെപ്പോലെ ജോലി ചെയ്തു. മറ്റ് ജീവനക്കാർ അവനെ സംശയത്തോടെ നോക്കി. ചിലർ പരിഹസിച്ചു. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. കാരണം ഇപ്പോൾ അവൻ പണത്തിനു വേണ്ടിയായിരുന്നില്ല, തന്റെ അമ്മയുടെ സ്നേഹത്തിനും തന്റെ ആത്മാവിന്റെ ശാന്തിക്കും വേണ്ടിയായി. പണം മാത്രമാണ് അവളുടെ ലക്ഷ്യമെന്ന് അവൻ മനസ്സിലാക്കി. ഈ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വന്നു. ആദ്യം അവൻ ഭയന്നു, പക്ഷേ ആ ഭയം അവനെ വേട്ടയാടുന്നതിനു പകരം ഒരു അഗ്നിയായി മാറി. തന്റെ ഭാര്യയുടെ സ്വാർത്ഥതയും താൻ ഇതുവരെ ജീവിച്ചതൊരു നുണയിലാണെന്നുമുള്ള തിരിച്ചറിവ് അവനൊരു മാനസികാഘാതമുണ്ടാക്കി. പക്ഷെ അവൻ ഭയപ്പെട്ടില്ല. അവൻ സത്യം കണ്ടെത്താനും തന്റെ അമ്മയെ ഈ ഭീഷണികളിൽ നിന്ന് രക്ഷിക്കാനും തീരുമാനിച്ചു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ കുറ്റബോധമായിരുന്നില്ല, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ദൃഢനിശ്ചയമായിരുന്നു. ഈ ദൃഢനിശ്ചയം അവനെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ചു. രഹസ്യങ്ങൾ വെളിപ്പെട്ടതുമുതൽ മകന്റെ ജീവിതം ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ടതുപോലെയായി. ഓരോ ഫോൺ കോളും ഭീഷണി നിറഞ്ഞ വാക്കുകളാൽ അവനെ വേട്ടയാടി. ഈ സത്യം പുറത്തു പറഞ്ഞാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും എന്ത് സംഭവിക്കുമെന്ന് നീ അറിയും എന്നായിരുന്നു അവർ അവനെ ഓർമ്മിപ്പിച്ചത്. പക്ഷേ അവൻ ഭയപ്പെട്ടില്ല. അവന്റെ മനസ്സിൽ ഇപ്പോൾ സ്നേഹവും സത്യത്തോടുള്ള പ്രതിബദ്ധതയും മാത്രമായിരുന്നു. ഈ പ്രതിസന്ധിഘട്ടത്തിൽ അവന്റെ മനസ്സിൽ ഒരു പഴയ സുഹൃത്തിന്റെ മുഖം തെളിഞ്ഞു. സത്യസന്ധനും ബുദ്ധിശാലിയുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അവൻ തന്റെ സുഹൃത്തിനെ രഹസ്യമായി ബന്ധപ്പെട്ടു. എല്ലാം തുറന്നു പറഞ്ഞു. ഭീഷണികളെക്കുറിച്ചും അച്ഛന്റെ മരണത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ അവൻ സുഹൃത്തിനോട് പങ്കു. താൻ സ്നേഹിച്ചതും വിശ്വസിച്ചതുമായ സ്ത്രീ
ഒരു കൊലപാതകത്തിലും വൻ അഴിമതിയിലും പങ്കാളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഹൃദയം വേദനയാൽ തകർന്നു. ആ നിമിഷം താൻ അനുഭവിച്ച വേദനയെല്ലാം നിസ്സാരമായി തോന്നി. പക്ഷെ അവൻ ആ വേദനയെ അതിജീവിച്ചു. തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഇതൊരു പരീക്ഷണമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഇനി ഭയപ്പെടില്ല. അവൻ ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ അവൻ ആ രേഖകൾ പരിശോധിച്ചു. ഓരോ തെളിവും കൃത്യമായി ശേഖരിച്ചു. ഭാര്യയുടെ സ്വാർത്ഥത അവനെ കൂടുതൽ ശക്തനാക്കി. ഓരോ ചലനത്തിലും അവൻ കൂടുതൽ സൂക്ഷ്മത പുലർത്തി. ഒരു സാധാരണക്കാരനെപ്പോലെ അവൻ ഈ വലിയ സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ തയ്യാറെടുത്തു. പണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിച്ച അവൻ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വേണ്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അമ്മയുടെ സാമ്രാജ്യം ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണെന്നറിയിച്ചു. പക്ഷേ അതൊരു ബിസിനസ്സുകാരനായിട്ടായിരുന്നില്ല, മറിച്ച് ഒരു നല്ല മനുഷ്യനായിട്ടായിരുന്നു. അവന്റെ അമ്മയുടെ കമ്പനി ഇപ്പോൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല. അത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് സഹായം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. അമ്മയുടെ ലക്ഷ്യങ്ങൾ അവൻ ഏറ്റെടുത്തു. അവൻ സമൂഹത്തിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തി. അവന്റെ അമ്മയുടെ കൈകളിൽ അവൻ സ്നേഹവും സത്യസന്ധതയും കണ്ടെത്തി. അവന്റെ തെറ്റുകൾ അവനെ പഠിപ്പിച്ചു. ജീവിതത്തിൽ പണം മാത്രമല്ല, സ്നേഹവും സത്യസന്ധതയും മൂല്യങ്ങളുമാണ് പ്രധാനമെന്ന് അവൻ മനസ്സിലാക്കി. കഥ ഇവിടെ അവസാനിക്കുന്നു ഒരു പുതിയ തുടക്കത്തിനായി. അഴിമതിക്കേസും അറസ്റ്റുകളും വലിയ വാർത്തയായിരുന്നു. ജനങ്ങൾ മകനെ ഒരു വഞ്ചകന്റെ മകനായി കണ്ടു. എന്നാൽ അവൻ സത്യം പുറത്തുകൊണ്ടുവന്നപ്പോൾ സമൂഹം അത്ഭുതത്തോടെ അവനെ നോക്കി. മാധ്യമങ്ങൾ അവനെ ഒരു നായകനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. തന്റെ ലക്ഷ്യം പ്രശസ്തിയല്ല, മറിച്ച് തന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് അവനറിയാമായിരുന്നു. അവന്റെ അമ്മയുടെ കമ്പനി ഇപ്പോൾ പണത്തിന്റെ പിന്നാലെയായിരുന്നില്ല, മറിച്ച് സഹാനുഭൂതിയുടെ ഒരു സാമ്രാജ്യമായി വളർന്നു. കമ്പനി ഒരു വലിയ NGOയുടെ മാതൃകയിൽ പ്രവർത്തിച്ചു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനമായിരുന്നു അവരുടെ ലക്ഷ്യം. അവൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സാധാരണക്കാരെപ്പോലെ ബസ്സിൽ യാത്ര ചെയ്ത് ഓഫീസിലെത്തി. അവന്റെ പഴയ സുഹൃത്തുക്കൾ അവനെ കളിയാക്കി. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. തന്റെ ജോലി അവൻ ആത്മാർത്ഥമായി ചെയ്തു. കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ചുമതല അവൻ ഏറ്റെടുത്തു. ഒരു ദിവസം ഒരു യുവതി അവനെ കാണാൻ വന്നു. അവളുടെ കണ്ണുകളിൽ ദുരിതത്തിന്റെ കഥയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, "എന്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛന്റെ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. അഴിമതിക്കെതിരായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആ ദുഃഖത്തിൽ അദ്ദേഹം മരിച്ചു." അവളുടെ വാക്കുകൾ അവനെ വേദനിപ്പിച്ചു. തന്റെ അച്ഛന്റെയും ഈ യുവതിയുടെ അച്ഛന്റെയും മരണം ഒരേ കാരണം കൊണ്ടാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ആ യുവതിയുടെ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകി. അവളുടെ കണ്ണിലെ നന്ദി കണ്ടപ്പോൾ അവന്റെ ഹൃദയം നിറഞ്ഞു. വൈകുന്നേരം അവൻ അമ്മയോടൊപ്പം വീട്ടിലെത്തി. അവർ ഒരുമിച്ച് അത്താഴം കഴിച്ചു. അമ്മ പറഞ്ഞു, "ഞാൻ നിനക്ക് നൽകിയ സമ്പത്ത് പണമല്ല, മറിച്ച് സ്നേഹമാണ്. പണം വരും പോകും, പക്ഷേ സ്നേഹവും സത്യസന്ധതയും എന്നും നിലനിൽക്കും." അവൻ അമ്മയുടെ കൈകളിൽ പിടിച്ചു. ആ സ്പർശം അവനൊരു വലിയ ശക്തി നൽകി. അവന്റെ ജീവിതം ഒരുപാട് മാറി. പണത്തിനു പിന്നാലെ ഓടിയ അവന്റെ മനസ്സ് ഇപ്പോൾ സ്നേഹത്തിലും സേവനത്തിലും സന്തോഷം കണ്ടെത്തുന്നു. താൻ അനുഭവിച്ച വേദനകളാണ് തന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ പുതിയ ജീവിതം സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും ഒരു വലിയ ഉദാഹരണമായി മാറി. അവന്റെ അമ്മയുടെ കൂടെ അവൻ പുതിയ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർന്നു. പുതിയ ജീവിതം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. പണ്ട് ആഡംബര കാറുകളിൽ മാത്രം യാത്ര ചെയ്തിരുന്ന അവൻ ഇന്ന് രാവിലെ തിരക്കിട്ട് ബസ്സിൽ കയറാൻ ഓടുന്നു. ആ മാറ്റം അവന്റെ ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലുമുണ്ടായിരുന്നു. ഓഫീസിൽ പഴയ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിപ്പോർട്ടുകളും ലാഭക്കണക്കുകളും നോക്കിയിരുന്ന അവന്റെ കണ്ണുകൾ ഇന്ന് സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവരുടെ കണക്കുകളിലായിരുന്നു. അവൻ ഓരോരുത്തരെയും വ്യക്തിപരമായി എല്ലാം ശാന്തമായി മുന്നോട്ടു പോകുന്നു എന്ന് അവൻ വിശ്വസിച്ചപ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ നിഴലുകൾ അവനെ തേടിയെത്തി. ഒരു യുവമാധ്യമ പ്രവർത്തക അവനെ കാണാൻ വന്നു. അവളുടെ പേര് അഞ്ജലി. അവൾ അഴിമതിക്കേസിനെക്കുറിച്ച് ഒരു ഫീച്ചർ സ്റ്റോറി ചെയ്യുകയായിരുന്നു. അവൾ അവന്റെ മുൻജീവിതത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചു. ഒരു രാത്രി കൊണ്ട് ഒരു കോടീശ്വരൻ സാമൂഹ്യപ്രവർത്തകനായി മാറിയത് എങ്ങനെയാണ്? ഇത് വെറും ഒരു നാടകം മാത്രമാണോ? അവളുടെ വാക്കുകളിൽ സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾ അവനെ വേദനിപ്പിച്ചില്ല. അവൻ ശാന്തനായി അവളെ നോക്കി. "മാഡം, ഇത് നാടകമല്ല, ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവാണ്. ഞാൻ എന്റെ അമ്മയെ പണത്തിനുവേണ്ടി ഇറക്കിവിട്ടു. അപ്പോൾ എന്റെ മനസ്സിൽ പണം മാത്രമായിരുന്നു.
പക്ഷേ ആ രാത്രി എന്റെ അമ്മ അനുഭവിച്ച വേദനയാണ് എന്റെ മനസ്സിനെ മാറ്റിയത്. ആ വേദനയാണ് എന്റെ മനസ്സിനെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിച്ചത്. അവന്റെ വാക്കുകൾ വളരെ ആത്മാർത്ഥമായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ഒരു മടിയുമില്ലാതെ അവളോട് തുറന്നു പറഞ്ഞു. അഞ്ജലി അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അവളുടെ കണ്ണുകൾ നനഞ്ഞു. അവൾ പറഞ്ഞു, എന്റെ അച്ഛൻ അഴിമതി പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അവർ ജോലിയിൽ നിന്ന് പുറത്താക്കി. പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ ശക്തി. അഞ്ജലിയുടെ വാക്കുകൾ അവനെ വീണ്ടും ഞെട്ടിച്ചു. തന്റെ അച്ഛന്റെയും അഞ്ജലിയുടെ അച്ഛന്റെയും വിധി ഒന്നുതന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ സത്യം അവനെ കൂടുതൽ താഴ്മയുള്ളവനാക്കി. അവൻ ആ വൈകുന്നേരം അമ്മയോടൊപ്പം വീട്ടിലെത്തി. അവർ ഒരുമിച്ച് അത്താഴം കഴിച്ചു. അഞ്ജലിയുമായി സംസാരിച്ചതിനെക്കുറിച്ച് അവൻ അമ്മയോട് പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. നീ എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചില്ല. പണം വരും പോകും, പക്ഷേ സ്നേഹവും സത്യസന്ധതയും എന്നും നിലനിൽക്കും. നീ ഇന്ന് പണത്തിന്റെയല്ല സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും ഒരു സാമ്രാജ്യമാണ് പണിതുകൊണ്ടിരിക്കുന്നത്, അമ്മ പറഞ്ഞു. അവൻ അമ്മയുടെ കൈകളിൽ പിടിച്ചു. ആ സ്പർശം അവനൊരു വലിയ ശക്തി നൽകി. കഴിഞ്ഞ കാലത്തെ നിഴലുകൾ അവനെ ഭയപ്പെടുത്തിയില്ല. കാരണം ഇന്ന് അവന്റെ കൂടെ അമ്മയുടെ സ്നേഹവും സത്യസന്ധതയുമുണ്ടായിരുന്നു. സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. പഴയ ജീവിതത്തിലെ ആഡംബരങ്ങളും തിരക്കുകളും അവനെ അലോസരപ്പെടുത്തിയില്ല. പകരം ഓരോ ദിവസവും സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ അവൻ സന്തോഷം കണ്ടെത്തി. അഞ്ജലിയുമായുള്ള സംഭാഷണത്തിനു ശേഷം അവന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. തന്റെ അച്ഛന്റെയും മറ്റ് നിസ്സഹായരായ മനുഷ്യരുടെയും നീതിക്കുവേണ്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന തിരിച്ചറിവ് അവനൊരു പുതിയ ലക്ഷ്യം നൽകി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ പഴയ ഭാര്യ പ്രിയ അവനെ കാണാൻ വന്നു. അവളുടെ മുഖത്ത് പഴയ സൗന്ദര്യവും ആകർഷണീയതയുമുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് പഴയ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലായിരുന്നു. പകരം നഷ്ടപ്പെട്ട അധികാരവും പണവും തിരികെ പിടിക്കാനുള്ള ആർത്തി മാത്രമാണ് അവൻ കണ്ടത്. അവൾ അവനോട് പറഞ്ഞു, നമ്മുടെ ജീവിതം പഴയതുപോലെയാക്കാം. എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞില്ല. ഈ വാക്കുകൾ കേട്ട് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പണ്ട് ഈ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷേ അവൻ എന്റെ അച്ഛന്റെ മരണത്തിൽ പോലും നിനക്ക് പങ്കുണ്ടായിരുന്നു. നിന്റെ ലോകം പണമാണ്. എന്റെ ലോകം സ്നേഹവും സത്യസന്ധതയുമാണ്. അവന്റെ വാക്കുകൾ പ്രിയയെ ഞെട്ടിച്ചു. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ തുടർന്നു, നിന്റെ ലോകത്തിൽ നിന്ന് ഞാൻ ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ദയവായി തിരികെ പോകുക. അവന്റെ ഈ വാക്കുകൾ കേട്ട് പ്രിയ നിസ്സഹായിയായി തിരികെ നടന്നു. അവൾ പണത്തിനുവേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി. ഒരു തിരിഞ്ഞുനോട്ടം പോലുമില്ലാതെ അവൾ പോയപ്പോൾ അവന്റെ മനസ്സിൽ വലിയൊരു ശൂന്യത ഉണ്ടായി. എന്നാൽ അത് വേഗത്തിൽ കടന്നുപോയി. അതോടെ കഴിഞ്ഞ കാലത്തിലെ എല്ലാ ദുസ്വപ്നങ്ങളും അവനെ വിട്ടുപോയെന്ന് അവനറിയാമായിരുന്നു. അന്ന് വൈകുന്നേരം അമ്മയോടൊപ്പം ഓഫീസിലെത്തിയപ്പോൾ അവന്റെ മുഖം തെളിഞ്ഞിരുന്നു. അമ്മ അവനെ നോക്കി ചിരിച്ചു. നീയൊരു നല്ല മനുഷ്യനാണ്. നീ ചെയ്ത തെറ്റുകൾ നിനക്കൊരു പുതിയ ജീവിതം നൽകി, അമ്മ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. കഴിഞ്ഞ കാലത്തെ എല്ലാ ദുരിതങ്ങളും അവനെ വിട്ടുപോയി. അവന്റെ ജീവിതം ഒരു പുതിയ യാത്ര ആരംഭിച്ചു. അവന്റെ അമ്മയുടെ സാമ്രാജ്യം ഇപ്പോൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല. അത് സമൂഹത്തിലെ താഴേത്തട്ടിലുള്ളവർക്ക് സഹായം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. അവന്റെ പഴയ ജീവിതം ഒരുപാട് ദൂരെയായിരുന്നു. അവനിപ്പോൾ സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും ഒരു സാമ്രാജ്യമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഈ യാത്ര അവസാനിക്കുന്നില്ല, മറിച്ച് ഒരു പുതിയ തുടക്കമായി മാറിയ ഡെയ്നീസ് അവന്റെ ജീവിതം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകിത്തുടങ്ങിയിരുന്നു. കഴിഞ്ഞ കാലത്തിലെ കൊടുങ്കാറ്റുകളും ചുഴികളും പൂർണ്ണമായും അവസാനിച്ചു. അമ്മയുടെ സ്നേഹവീടെന്ന് അവൻ മനസ്സിൽ വിളിച്ചിരുന്ന ആ കമ്പനിപണത്തിന്റെ പിന്നാലെയായിരുന്നില്ല, മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു. ഒരു ചെറിയ ചാരിറ്റിയിൽ നിന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യസേവന പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. പണത്തിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിൽ ഉപരിയായി കമ്പനി അതിന്റെ ലാഭം മുഴുവൻ സമൂഹത്തിനു വേണ്ടി ചെലവഴിച്ചു. അഞ്ജലി മാധ്യമപ്രവർത്തക എന്ന നിലയിൽ തന്റെ ജോലി ഉപേക്ഷിച്ച് അവന്റെ ഒപ്പം ചേർന്നു. അവൾ കമ്പനിയുടെ ആശയവിനിമയ വിഭാഗം ഏറ്റെടുത്തു. അവൾ അവന്റെ കാഴ്ചപ്പാടുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവന്റെ കഥ അനേകായിരങ്ങൾക്ക് പ്രചോദനമായി. പണത്തിനുവേണ്ടി മാത്രം ജീവിക്കുന്നവർ ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ കാര്യങ്ങളുണ്ടെന്ന് അവന്റെ ജീവിതം തെളിയിച്ചു. അവന്റെ അമ്മയുടെ ഓരോ തീരുമാനത്തിലും ആഴമേറിയ സ്നേഹവും വിവേകവും ഉണ്ടായിരുന്നു.
അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും സമ്പത്ത് മറച്ചുവെച്ചതും പിന്നീട് സാധാരണക്കാരനെപ്പോലെ ജീവിക്കാൻ ആവശ്യപ്പെട്ടതുമെല്ലാം അവന്റെ നന്മക്കുവേണ്ടിയായിരുന്നെന്ന് അവനറിയാമായിരുന്നു. ഒരു മകന്റെ യഥാർത്ഥ സ്വഭാവം അറിയാനും അവനെ തിരുത്താനും വേണ്ടി ഒരമ്മ ചെയ്ത ത്യാഗമാണത്. ഒരു ദിവസം വൈകുന്നേരം അവർ ഒരുമിച്ച് അവരുടെ പുതിയ വീട്ടിലിരിക്കുകയായിരുന്നു. പഴയ വീട്ടിലെ ഓർമ്മകൾ അവനെ ദുഃഖിതനാക്കിയില്ല. ആ വീട് അവരുടെ ഭൂതകാലത്തിന്റെ പ്രതീകമായി അവശേഷിച്ചു. അവൻ അമ്മയോട് പറഞ്ഞു, "അമ്മേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. എന്റെ ജീവിതത്തിൽ പണത്തിനുവേണ്ടി മാത്രം ഓടിയപ്പോൾ ഞാൻ എന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്ന് ഞാൻ സന്തോഷവാനാണ്. ഈ സന്തോഷം ഒരു ആഡംബരക്കാരനോ വലിയ വീടിനോ തരാൻ കഴിയുന്നതല്ല." അമ്മ അവനെ സ്നേഹത്തോടെ നോക്കി. "മോനെ, നിന്റെ അച്ഛൻ എന്നും എന്നോട് പറയുമായിരുന്നു, സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന്. നിന്റെ ജീവിതത്തിലൂടെ നീ അച്ഛന്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിച്ചു. നീ ഇന്ന് എന്റെ സമ്പത്താണ്. നിനക്ക് പണം മാത്രമല്ല, സ്നേഹവും സത്യസന്ധതയും വിവേകവും തിരിച്ചറിയാൻ കഴിഞ്ഞു. നീ എന്റെ ഏറ്റവും വലിയ വിജയം." അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. പണം ലക്ഷ്യമിട്ട് നീങ്ങിയ അവന്റെ മനസ്സ് ഇന്ന് സ്നേഹത്തെയും സത്യസന്ധതയെയും ആദരിക്കുന്നു. അവന്റെ ജീവിതം ആ അമ്മയുടെ ക്ഷമയുടെയും വിവേകത്തിന്റെയും തെളിവായിരുന്നു. ആ കഥയുടെ അവസാനം ആ മകൻ പണക്കാരനായിരുന്നില്ല, സ്നേഹത്താലും വിവേകത്താലും സമ്പന്നനായ ഒരു നല്ല മനുഷ്യനായിരുന്നു.